നല്ല നമസ്കാരം. എക്കണോമിക്സിൻ്റെ ബ്രിഡ്ജ് കോഴ്സിലേക്ക് എല്ലാ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ബ്രിഡ്ജ് കോഴ്സ് എന്ന വാക്ക് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക്. ബ്രിഡ്ജ് കോഴ്സ് ഈസ് നത്തിങ് ബട്ട് എ ലിങ്ക് ബിറ്റ്വീൻ വാട്ട് യു ഹാവ് ഓൾറെഡി ലേൺഡ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളും ഇനിയും നിങ്ങൾ പഠിക്കാനായിട്ടുള്ള ചില കാര്യങ്ങളും തമ്മിലുള്ളൊരു ലിങ്കാണ്, അല്ലെങ്കിൽ ഒരു പാലമാണ് നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ചില കുട്ടികളൊക്കെ +1, +2 ക്ലാസ്സുകളിൽ എക്കണോമിക്സിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് അറിഞ്ഞു വന്ന കുട്ടികളാണ്. നേരെ മറിച്ച് എക്കണോമിക്സ് എന്താണെന്നും അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കുറേ ആളുകൾ വേരിയസ് അതർ സ്ട്രീംസിൽ നിന്ന് എക്കണോമിക്സിന്റെ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കുട്ടികളെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വേണ്ട ചില ബേസിക് ആയിട്ടുള്ള ചില കോൺസെപ്റ്റ്സ് മാത്രം നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ അത് നിങ്ങൾക്ക് തുടർന്നുള്ള നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം ഞാൻ നമ്മുടെ കോൺസെപ്റ്റ്സിലേക്ക് കടക്കുകയാണ്. ഞാൻ സയൻസ് എന്ന പദമാണ് ആദ്യത്തെ സ്ലൈഡിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്, സയൻസ് എന്ന വാക്ക്. അപ്പം വാട്ട് ഈസ് സയൻസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നിങ്ങൾ ചിലപ്പോൾ പറയായിരിക്കും സയൻസ് ഒരു സബ്ജക്റ്റ് അല്ലേ. ശരിയാണ്, സബ്ജക്റ്റ് ആണ്. പക്ഷെ അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എനിത്തിങ് വിച്ച് ഈസ് സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ് വിൽ ബിക്കം എ സയൻസ്. കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും അവതരിപ്പിക്കുകയും പറഞ്ഞു പോവുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റുന്ന എല്ലാ ശാഖകളെയും ഡിസിപ്ലിൻസിനെയും നമുക്ക് സയൻസ് എന്ന് വിളിക്കാം. അപ്പം ചുരുക്കം പറഞ്ഞാൽ എല്ലാ സബ്ജക്ട്സും സയൻസ് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? എല്ലാ സബ്ജക്ട്സും അതിൻ്റെതായ രീതിയിൽ എക്സ്പ്ലനേറ്ററി ആണ്, അറേഞ്ച്ഡ് ആണ്, വെൽ ഓർഗനൈസ്ഡുമാണ്. അപ്പോൾ അതുകൊണ്ട് എവറിത്തിങ് ബിക്കം സയൻസ് അല്ലേ. അപ്പം സയൻസ് എന്ന് പറയുന്നത് വലിയൊരു ബ്രോഡ് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ആ കോൺസെപ്റ്റിനെ ഞാൻ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫിസിക്കൽ സയൻസസ്, സെക്കൻഡ് വൺ ഈസ് നാച്ചുറൽ സയൻസസ് ആൻഡ് തേർഡ് വൺ ഈസ് സോഷ്യൽ സയൻസസ് എന്ന മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫിസിക്കൽ സയൻസ് എന്നത് ചില ഫിസിക്കൽ ഒബ്ജക്ട്സുമായി ബന്ധപ്പെട്ട്, ഫിസിക്സ് പോലുള്ള സബ്ജക്ട്സ്, മാറ്ററുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഫിസിക്കൽ സയൻസിന്റെ പരിധിയിലേക്ക് വരുന്നത്. അപ്പം ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്കൽ സയൻസസ് എനിത്തിങ് വിച്ച് ഡീൽസ് വിത്ത് മാറ്റർ, എനർജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫിസിക്കൽ സയൻസ് എന്ന ഒരു ഭാഗത്തേക്ക് നമുക്ക് അതിനെ ക്രമീകരിക്കാൻ പറ്റും. നാച്ചുറൽ സയൻസസ് എന്നത് ആ വാക്കിൽ തന്നെയുണ്ട്. ഇറ്റ് ഡീൽസ് വിത്ത് നേച്ചർ ആണ് അല്ലെ. നേച്ചർ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഏരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെല്ലാം ബ്രോഡായിട്ട് നാച്ചുറൽ സയൻസസ് എന്ന പേരിൽ വിളിക്കാനായിട്ട് പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ബോട്ടണി ഒരു നാച്ചുറൽ സയൻസ് ആണ്, സുവോളജി ബിക്കംസ് എ നാച്ചുറൽ സയൻസ്. അപ്പം ഇങ്ങനെ നാച്ചുറൽ സയൻസസ് ഇസ് എനിത്തിങ് വിച്ച് ഇസ് റിലേറ്റഡ് വിത്ത് നേച്ചർ ആണ്. എൻവയൺമെന്റൽ സയൻസസ് അല്ലേ, ഇതൊക്കെ നാച്ചുറൽ സയൻസസ് ആണ്. ആൻഡ് ദ തേർഡ് which is important for us is the social science. നമുക്കും പ്രധാനപ്പെട്ടതാണ് അല്ലേ സോഷ്യൽ സയൻസ്. എന്താണ് സോഷ്യൽ സയൻസ്? എനിത്തിങ് വിച്ച് ഡീൽസ് വിത്ത് ദ സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചില സ്റ്റഡീസ് അല്ലെങ്കിൽ ചില വിഷയങ്ങളെയാണ് നമ്മൾ സോഷ്യൽ സയൻസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമ്മൾ പറയാൻ പോകുന്നതും സോഷ്യൽ സയൻസ് എന്നതിലേക്കാണ് ആഴമായിട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പം സോഷ്യൽ സയൻസ് എന്ന വാക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു എനി സബ്ജക്ട് ദാറ്റ് ഡീൽസ് വിത്ത് ദി ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെയൊക്കെ സോഷ്യൽ സയൻസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇനി സോഷ്യൽ സയൻസിന്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ചെറിയ ഓർമ്മയൊക്കെ കാണും, അല്ലെങ്കിൽ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അല്ലേ. മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളുടെ ഉദാഹരണങ്ങളാണ് ആന്ത്രപ്പോളജി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, എത്തിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി. അപ്പൊ ഈ സയൻസസ്, ഈ സബ്ജക്ട്സ് എല്ലാം മനുഷ്യനുമായി ഡിപ്പെൻഡന്റ് ആണ് അല്ലെ, റിലേറ്റഡ് ആണ്. എന്താണ് ആന്ത്രപ്പോളജി? ആന്ത്രപ്പോളജി എന്ന വിഷയം എന്താണ്? ആന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പം ലോജി എന്ന് പറയുന്ന വാക്ക് എപ്പോഴും ഓർത്തണം. ലോജി ഈസ് എ സ്റ്റഡി എന്നാണ്. അപ്പൊ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീങ്സ് ഈസ് ആന്ത്രപ്പോളജി. ആന്ത്രപ്പോളജി എന്ന് പറയുന്ന നരവംശ ശാസ്ത്രം എന്നാണ് മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്യുമ്പോൾ എഴുതാൻ പറ്റുന്നത്. അപ്പം മനുഷ്യൻ എങ്ങനെയാണ് ഉത്ഭവിച്ചത്, മനുഷ്യന്റെ ഫിസിക്കൽ ട്രെയ്റ്റ്സിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്. ചില ആളുകൾ വെളുത്തിരിക്കുന്നു, ചില ആളുകൾ കറുത്തിരിക്കുന്നു, ചില ആളുകളുടെ മൂക്കിന് നീളം കൂടുതലാണ്, കണ്ണിങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ഉള്ളൊരു സ്റ്റഡി ആണ് എങ്കിൽ
നമുക്കിതിനെയൊക്കെ ആന്ത്രപ്പോളജിയുടെ പരിധിയിൽ വരുത്താനായിട്ട് പറ്റും. അപ്പം സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്നാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ് ആണ് അല്ലേ? ആന്ത്രപ്പോളജി ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ് ആണ്. പൊളിറ്റിക്കൽ സയൻസ്, ഈസ് ഇറ്റ് റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീങ്സ്? യെസ് അല്ലേ? നമ്മളെ എങ്ങനെ ഭരിക്കണം എന്നത്, നമ്മളെ എങ്ങനെ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ നിയമനങ്ങൾ നടത്തുന്നു, എങ്ങനെയാണ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൊളിറ്റിക്കൽ സയൻസിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പം അതും ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഇമ്പാക്ട് വിത്ത് ഹ്യൂമൻ ബീങ്സ് അല്ലേ? ഹ്യൂമൻ ബീങ്സിനെ അതും ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രമാണ് അല്ലേ? ഇറ്റ് ഈസ് സൈക്കോളജിക്കൽ എന്നൊക്കെയുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ബിഹേവിയർ ഓഫ് എ ഹ്യൂമൻ ഇൻഡിവിജ്വൽ. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ദുഃഖം വരുമ്പോൾ കരയുന്നത്? എന്തുകൊണ്ടാണ് സന്തോഷം വരുമ്പോൾ ചിരിക്കുന്നത്? ഓരോ പ്രായത്തിലും വേണ്ട പെരുമാറ്റത്തിന്റെ പക്വത ഒരു കുഞ്ഞുകുട്ടി പെരുമാറുന്ന പോലെയാണോ ഒരു വലിയൊരാൾ പെരുമാറുന്നത്? ഒരിക്കലും അല്ലല്ലേ? അപ്പോൾ ഇതെല്ലാം ഹ്യൂമൻ ബിഹേവിയറിന്റെ ഏറ്റക്കുറച്ചിലുകളും അല്ലെങ്കിൽ അതിന്റെ മാറ്റങ്ങളും അതെന്തുകൊണ്ട് അങ്ങനെ ആകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പം സൈക്കോളജിയും റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ ഇതെല്ലാം സോഷ്യൽ സയൻസിന്റെ പരിധിയിൽ വരുന്നതാണ് അല്ലേ? സൈക്കോളജിയുടെ ഒക്കെ നിരവധി ഭാഗങ്ങളുണ്ട്. നിരവധി ഡെവലപ്മെന്റ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, സൈക്യാട്രി, അപ്പോൾ ഇങ്ങനെയുള്ള പല ഭാഗങ്ങളും സൈക്കോളജിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കേൾക്കാനിടയുള്ള വാക്കുകളാണ്. എത്തിക്സ് എന്നൊരു വിഷയമുണ്ട്. എത്തിക്സ് എന്ന് പറയുന്നത് ഇത് ശരിയായ രീതിയിലാണോ, ഇത് നല്ലതാണോ മോശമാണോ തുടങ്ങിയതിനെ വിലയിരുത്തുന്നതിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. മദ്യപാനം അല്ലെങ്കിൽ മദ്യം വിറ്റ് വേണമെങ്കിൽ ഗവൺമെന്റിന് ലാഭമുണ്ടാകാം, പക്ഷെ അത് എത്തിക്കലാണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലേ? അത് മോശമായൊരു കാര്യം വളർത്തിയെടുത്തതിന് ശേഷമാണ് ലാഭം ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് എത്തിക്കലല്ല. അപ്പം ചില കാര്യങ്ങൾ നല്ലതാണോ മോശമാണോ, ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ് എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ശാസ്ത്രമാണ് എത്തിക്സ് എന്ന് പറയുന്ന വിഷയം. ജോഗ്രഫി എന്ന് പറയുന്ന വിഷയവും ഹ്യൂമൻ ബീങ്സുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വോൾക്കാനോ അല്ലെങ്കിൽ ഒരു ഭൂമികുലുക്കം ഒത്തിരി നടക്കുന്ന ഒരു ഏരിയയിൽ നമ്മൾ വീടുകൾ വെക്കാൻ താല്പര്യപ്പെടുവോ? ഇല്ല അല്ലേ? നമ്മൾ ചില സ്ഥലങ്ങൾ പാറപ്പുറത്ത് കൃഷി ചെയ്യുവോ? ഇല്ല. അപ്പം ഓരോ മണ്ണിനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ ക്ലൈമറ്റിനെ കുറിച്ച് അറിയാനും ക്ലൈമറ്റിനനുസരിച്ച് ജീവിക്കാനും ക്ലൈമറ്റിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാനും ഓരോ ക്ലൈമറ്റിൽ അനുസരിച്ചുള്ള അല്ലെങ്കിൽ ഓരോ ലാൻഡിനനുസരിച്ച് കൃഷി ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ശാഖയാണ് ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പം ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർപ്പിടം എവിടെ വെക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു തരുന്നതാണ് ജോഗ്രഫി എന്ന് പറയുന്ന വിഷയം. ഹിസ്റ്ററി എന്ന വിഷയവും മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? മനുഷ്യന്റെ പാസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഹിസ്റ്ററി അല്ലേ? നമ്മൾ ഇന്നലെ വരെയുള്ളതെല്ലാം ചരിത്രമാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇന്നലെ വരെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനെയും സോഷ്യൽ സയൻസിന്റെ പരിധിയിൽ വരുത്താം. സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം, സോഷ്യോളജി എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് മാൻ ആൻഡ് ദ സൊസൈറ്റി, മനുഷ്യനും സമൂഹവുമായിട്ടുള്ള ഒരു പെരുമാറ്റത്തിന്റെ ഒരു ഏറ്റക്കുറച്ചിലുകളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് സോഷ്യോളജി. ഓക്കെ, അപ്പം മനുഷ്യന്റെ കാസ്റ്റ്, മനുഷ്യന്റെ റിലീജിയൻ, മനുഷ്യന്റെ സെക്സ്, മനുഷ്യന്റെ ഫാമിലി തുടങ്ങിയ കാര്യങ്ങൾ, മാരേജ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ സോഷ്യോളജിക്കകത്താണ് അല്ലേ? ഒരു സമൂഹത്തിലാകുമ്പോൾ മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇനി അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു സബ്ജക്റ്റ് കൂടെ ഒളിച്ചിരിപ്പുണ്ട്. ഏതാണ്? നമ്മുടെ സ്വന്തം എക്കണോമിക്സ് ആണല്ലേ? എക്കണോമിക്സും സോഷ്യൽ സയൻസിന്റെ പരിധിയിൽ വരുന്ന സബ്ജക്റ്റ് തന്നെയാണ് അല്ലേ? ഓക്കെ, എക്കണോമിക്സ് എന്ത് കാര്യമായിരിക്കും ഡീൽ ചെയ്യുന്നത്? എക്കണോമിക്സ് എന്ത് കാര്യമാണ്? സാമ്പത്തികമായിട്ടുള്ള അല്ലേ? അതിനെ മലയാളത്തിലേക്കൊക്കെ തർജ്ജമ ചെയ്യുമ്പോൾ സാമ്പത്തിക ശാസ്ത്രമെന്നോ ധനതത്വശാസ്ത്രമെന്നോ ഒക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പം അതിനകത്ത് പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത് മനുഷ്യൻ എങ്ങനെ വിഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് എക്കണോമിക്സ് എന്ന വിഷയം പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വിഭവങ്ങളെ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമായതുകൊണ്ട് തന്നെ എക്കണോമിക്സും സോഷ്യൽ സയൻസിന്റെ പരിധിയിലാണ്. അപ്പം സോഷ്യൽ സയൻസ് സബ്ജക്ട്സിന്റെ അകത്ത് വരുന്ന ഒരു ബ്രോഡ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇത്രയേറെ സബ്ജക്ട്സ്, ഇത് മാത്രമല്ല, ഇങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് സബ്ജക്ട്സ് ഇനിയും വരാനായിട്ട്. സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന സബ്ജക്ട്സ്, അപ്പം ഇങ്ങനെയുള്ള ലോ, നിയമം എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പം ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് സബ്ജക്ട്സ് സോഷ്യൽ സയൻസിന്റെ കാറ്റഗറിയിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാം സോഷ്യൽ
സയൻസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ അതിനകത്തു നിന്ന് ഇനി നമുക്ക് വേണ്ടത് ഏതാണ്, ഏത് സോഷ്യൽ സയൻസ് ആണ്? എക്കണോമിക്സ് ആണ് അല്ലേ. അപ്പം നമുക്കതിനകത്ത് ഞാൻ എക്കണോമിക്സിന് ഒരു ഇൻട്രോ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രോ ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നുണ്ട്, ദ ക്വീൻ ഓഫ് സോഷ്യൽ സയൻസ് എന്നാണ് എക്കണോമിക്സിനെ അറിയപ്പെടുന്നത്. എക്കണോമിക്സ് ഇസ് നോൺ ആസ് ദ ക്വീൻ ഓഫ് ഓൾ സോഷ്യൽ സയൻസസ്. ഓക്കെ, അത് ഡെഫിനിഷൻ കൊടുത്ത ആള് പോൾ എ സാമുവൽസൺ എന്ന് പറയുന്ന ആളാണ് എക്കണോമിക്സ് ക്വീൻ ഓഫ് ഓൾ സോഷ്യൽ സയൻസ് എന്ന് വിളിക്കുന്നത്. ഇനിയും അടുത്തൊരു സ്ലൈഡിലേക്ക് വരുമ്പോൾ ഞാനൊരു കോൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓവർലാപ്പ് ഓഫ് സോഷ്യൽ സയൻസസ്. സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് എല്ലാം റിലേറ്റഡ് ആണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ നമുക്കിതിനെല്ലാം ഒരൊറ്റ വര വരച്ചിട്ട് ആ വരയുടെ അപ്പുറം നിൽക്കുന്നതെല്ലാം എക്കണോമിക്സ്, ഇപ്പുറം നിൽക്കുന്നതെല്ലാം പൊളിറ്റിക്കൽ സയൻസ് എന്നൊരിക്കലും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. സോഷ്യൽ സയൻസിനകത്ത് വരുന്ന സബ്ജക്ട്സ് എല്ലാം മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഇതൊക്കെ റിലേറ്റഡ് ആണ് എന്നതാണ് ഓവർലാപ്പ് ഓഫ് സോഷ്യൽ സയൻസസ്. ഇന്റർ റിലേറ്റഡ് ആണ് ഈ സബ്ജക്ട്സ് ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ BA എക്കണോമിക്സ് പഠിക്കാനായിട്ടാണ് ഈ കോളേജിൽ വന്നിട്ടുള്ളത് അല്ലേ. പക്ഷെ നിങ്ങൾക്ക് സബ്ബായിട്ട് 2 പേപ്പർ തന്നിട്ടുണ്ട്. എന്താ? പൊളിറ്റിക്കൽ സയൻസും ഹിസ്റ്ററിയുമാണ് ഇവിടെ കോളേജിൽ സബ്ബായിട്ട് തന്നിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും അത് സബ്ബായിട്ട് തന്നത്? സംവാട്ട് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എക്കണോമിക്സ്. എക്കണോമിക്സുമായിട്ട് ഈ സബ്ജക്ട്സിന് എവിടെയൊക്കെ ചില ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവയെല്ലാം കൂടെ ചേർന്ന് പഠിച്ചു പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഇനി ഒരു ഉദാഹരണം പറയാം. ഞാൻ വെറുതെ ഓവർലാപ്പ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഫാമിലി എന്നൊരു വാക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് എ ഫാമിലി, ദ ടേം ഫാമിലി. ഓക്കെ, ഫാമിലി എന്ന് പറയുന്നത് ഇറ്റ് കംപ്രൈസസ് ഓഫ് എ ഫാദർ, മദർ, ചിലപ്പം 2 ചിൽഡ്രൻ ഉണ്ടാകാം, ഗ്രാൻഡ് പേരൻസ് ഉണ്ടാകാം. ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ മുമ്പിൽ ഒരു ഫാമിലി എന്ന് പറയുന്നത് അല്ലേ. ഇവർക്കൊരു റിലീജിയൻ ഉണ്ടാകാം ഇല്ലേ, ഇവരൊരു സൊസൈറ്റിയിൽ ചിലപ്പോൾ അപ്പർ കാസ്റ്റിന്റെ അകത്ത് വരുന്നതായിരിക്കാം. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഏത് സബ്ജക്റ്റിന്റെ അകത്ത് വരും? യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് സോഷ്യോളജി അല്ലേ. അപ്പോൾ ഈ ഫാമിലി എങ്ങനെ ബാക്കിയുള്ളവരുമായിട്ട് റിലേറ്റഡ് ആണ്, ഫാമിലിക്ക് ഒക്കുപ്പേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോഷ്യോളജിയുടെ ഒരു ഭാഗമായിട്ടാണ്. പക്ഷെ സോഷ്യോളജി ആണെന്ന് പറഞ്ഞ് മാത്രം നിർത്താൻ പറ്റുമോ? ഇല്ല. ഈ ഫാമിലിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ ആളുകളുടെ ബിഹേവിയർ പാറ്റേൺ മനസ്സിലാക്കണം അല്ലേ. കുഞ്ഞുങ്ങളുടെ ബിഹേവിയർ പാറ്റേൺ കറക്റ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ പേരൻസിന്റെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് സൈക്കോളജി ആണല്ലേ. സൈക്കോളജിക്കകത്ത് ഫാമിലി എന്ന ഒരു എലമെന്റ് പ്രധാനമായിട്ടും കടന്നു വരുന്നുണ്ട് സൈക്കോളജിക്കകത്ത്. അപ്പോൾ അതുപോലെ തന്നെ സൈക്കോളജിക്കകത്ത് മാത്രം നിർത്താൻ പറ്റും. ഈ ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാകും അല്ലേ, വരവ്, ചെലവ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഫാമിലിയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് എക്കണോമിക്സ് അല്ലേ. എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് എക്കണോമിക്സ് ആണ്. ഈ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്കണോമിക്സ് ആണ്. ഫാമിലിക്ക് ഒരു പാസ്റ്റ് ഉണ്ടാകും. നിങ്ങൾ ആ ഫാമിലിയുടെ ട്രഡീഷൻ ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറയും ഞാൻ നല്ല തറവാട്ടുകാരാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പം ചില ട്രഡീഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇറ്റ് ബിക്കംസ് ഹിസ്റ്ററി. ഈ ഫാമിലിയുടെ ലൊക്കേഷൻ ഇറ്റ് ബിക്കംസ് ജോഗ്രഫി. അപ്പം ഈ ഒരു ഫാമിലി എന്നൊരൊറ്റ വേർഡ് ഞാൻ പല കോൺസെപ്റ്റുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ് ഫാമിലി എന്നൊരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണ തോതിൽ പഠിക്കണമെങ്കിൽ എന്താണ് പല സബ്ജക്റ്റുകളെ കുറിച്ചുള്ള അറിവുണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചില കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് ആർ ഇന്റർ റിലേറ്റഡ് എന്നാണ്. അപ്പം സോഷ്യൽ സയൻസ് സബ്ജക്ട്സിനെ ഒന്നും ഒരൊറ്റ വര വരച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ സയൻസസ് ആർ സംഹൗ റിലേറ്റഡ് വിത്ത് വൺ അനദർ. അപ്പം ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫാമിലി അല്ലെങ്കിൽ ദ ടേം കോൾഡ് ഫാമിലി വിച്ച് നീഡ്സ് ടു ബി അണ്ടർസ്റ്റുഡ് വിത്ത് ഫ്രം വേരിയസ് ഡൈമെൻഷൻസ്. പല ഡൈമെൻഷൻസിലൂടെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്കതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വാട്ട് ഡു യു മീൻ ബൈ സയൻസ്, വാട്ട് ഈസ് social science, different types of social sciences, and the concept of interrelationship among social sciences. Thank you.